അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ഏറെ സ്നേഹം നിറഞ്ഞ തിൽമീദത്തുകളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ക്യൂലൈൻ അക്കാഡമി ഖുർആൻ മെമ്മറൈസിംഗ് ഓൺലൈൻ പ്രോഗ്രാമിൽ നമ്മൾ അക്ഷരങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 4ഓളം വരുന്ന പാർട്ടുകളായിക്കൊണ്ട് 14 അക്ഷരങ്ങൾ നാം മനസ്സിലാക്കി. അപ്പോൾ ഓരോ അക്ഷരങ്ങളെ പരിചയപ്പെടുത്തുകയും വീണ്ടും ആ അക്ഷരങ്ങളുടെ ഹാലുകളും അഷ്കാലുകളും ഒക്കെയും അവസ്ഥകളും രൂപങ്ങളും ഒക്കെയുമാണ് നാം മനസ്സിലാക്കിയത്. അതിന് 14 അക്ഷരങ്ങളും നിങ്ങളുടെ മുഅല്ലിമുകളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ മുഅല്ലിമുകൾ പറയുന്നതനുസരിച്ച്, മുഅല്ലിമത്തുകൾ പറയുന്നതനുസരിച്ച് തിൽമീദുകളെല്ലാവരും കൃത്യമായി പഠിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത് പുതിയ അക്ഷരങ്ങളാണ്. പുതിയ അക്ഷരങ്ങൾ 7 അക്ഷരങ്ങളാണ്. ഞാൻ ഓൾറെഡി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ അക്ഷരങ്ങളെ സംബന്ധിച്ചതിൻ്റെ മഹ്റജും കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതനുസരിച്ച് തന്നെ ഞാൻ ഇതാക്കണം, അത് പറഞ്ഞ് മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യണം, കേട്ട് പഠിക്കുകയും ചെയ്യണം. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച സ്വാദ്, അതിൻ്റെ അതേ രൂപത്തിൽ തന്നെ എഴുതുന്ന ഒരു അക്ഷരമാണ് ദ്വാദ്. ദ്വാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിൻ്റെ മുഴുവൻ, ഈ അറ്റത്ത് മുഴുവനും നമ്മുടെ ഭാഗങ്ങളെല്ലാം, ഈ നാവിൻ്റെ ഈ ഭാഗം മൊത്തം മറ്റു ഭാഗങ്ങളിൽ ടച്ച് ചെയ്യണ്ടാവും. നമ്മുടെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെയും ടച്ച് ചെയ്യണം. ദ്വാദ് ദ്വാദ് ദ്വാദ്. അപ്പോൾ ഇത് പറയേണ്ടത് ദ്വാദ് എന്നാണ്. ഇനി അടുത്ത അക്ഷരമാണ് ത്വാ. ത്വാ നമ്മുടെ നാവിൻ്റെ തുമ്പല് കുറച്ചും കൂടി കീറിയ ഭാഗം നമ്മുടെ മോണയുടെ ഭാഗത്ത് മുട്ടണം. ത്വാ വയനിറച്ച് പറയുന്ന രീതിയിൽ പറയുകയും ചോദിക്കും. ത്വാ 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 ഇങ്ങനെ പറയുക. ഇനി അടുത്ത ലാ. ലാ നമ്മുടെ നാവിൻ്റെ തുമ്പ് എവിടെ മുട്ടണം? നമ്മുടെ മേൽപ്പല്ലിൻ്റെ ഈ തുമ്പത്തായി ടച്ച് ചെയ്യുന്ന രീതിയിലേക്ക് ഉച്ചരിക്കുക. ലാ ലാ. നമ്മൾക്ക് ഹർക്കത്തിട്ട് കൊടുക്കാം. നമ്മൾ ഹർക്കത്ത് പഠിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച ഹർക്കത്ത്? ഫതഹ്, കസ്ർ, ലൊമ്മ, സുക്കൂൻ, അല്ലേ? പിന്നെ നമ്മൾ അടുത്ത കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ് ആ ഹർക്കത്തുകൾ? തൻവീൻ, ഫതഹ് തൻവീൻ, കസ്ർ തൻവീൻ, ലൊമ്മ തൻവീൻ. നമ്മൾ ഇതൊക്കെ കൂടിയാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാം കൃത്യമായി ഓരോ അക്ഷരത്തിന് എങ്ങനെയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, അപ്പോൾ ലാ ലാ. ഇനിയാണ് അക്ഷരം. അത് വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട, ഒരിക്കലും നമ്മൾ തെറ്റിക്കാൻ പാടില്ലാത്ത അക്ഷരം കൊണ്ട് ഇന്ന് പറയാം. പലപ്പോഴും പല ആളുകളും ഇന്നും ഖുർആൻ വായിക്കുന്ന ആളുകളാണെങ്കിലും അറബി ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും അതിനൊക്കെയും തെറ്റിച്ച് പറയുന്നതായി കാണാൻ. ഖുർആൻ പാരായണത്തിലാണ് കൂടുതലും ഇത് തെറ്റിക്കുന്നത്. ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. നമ്മുടെ തൊണ്ടയുടെ സെന്റർ ഭാഗത്ത് നിന്നാണ് ഈ ഐൻ എന്ന അക്ഷരം വരുന്നത്. ഐൻ 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 പറഞ്ഞു നോക്കുക. ഐൻ. ഇതിങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താൽ അക്ഷരത്തെ ക്രിയാവുള്ളൂ. ഐൻ ഐൻ. അടുത്തത് ഗൈൻ. അപ്പോൾ നമ്മൾ ഐന് സെന്റർ, നമ്മുടെ ഈ ത്രോട്ടിന്റെ സെന്റർ ഭാഗത്ത് വരുന്നതാണ് ഐനെങ്കിൽ, ഗൈന് അതിന് മുകളിൽ നിന്ന് വരുന്ന അക്ഷരമാണ്. ഗൈൻ ഓയിൻ എന്നൊക്കെ പറയുന്നത് ഗൈനല്ല, ഗൈൻ. നമ്മുടെ തൊണ്ടയുടെ ഈ ഭാഗത്ത് മുകളിൽ നിന്ന് വരുന്ന 2 അക്ഷരങ്ങളുണ്ട്. ഒന്ന് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചിട്ടുണ്ട്, ഹോ ഹോ, തൊണ്ടയുടെ ഏറ്റവും മുകളിൽ നിന്ന്. സെന്റർ പാർട്ടിൽ നിന്ന് പഠിക്കുന്ന അതേ പാർട്ടിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചിട്ടുണ്ട് ഹ ഹ ഹ, ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് നിന്ന് വരുന്ന 2 അക്ഷരം കൂടെ ഉണ്ട്. ഏറ്റവും മുകളിൽ നിന്ന് വരുന്ന ഖാന്റെ കൂടെ വരുന്ന ഖ, കുത്തുള്ള ഖാന്റെ മുകളിൽ വരുന്ന അതേ പാട്ടിൽ വരുന്ന അക്ഷരമാണ്, തൊണ്ടയുടെ ഏറ്റവും മുകളിൽ വരുന്ന അക്ഷരമാണ് ഗൈൻ ഗൈൻ. ഇനി അതിന് താഴെ ഐൻ, കുത്തില്ലാത്തത് ഐൻ ഐൻ. ഇതിങ്ങനെ കൃത്യമായി പറയുക. ഇനി നമുക്ക് ഉള്ളതാണ് ഫ ഫ. നമ്മുടെ മേൽ പല്ല് താഴെയുള്ള ചുണ്ടോട് ചേർത്ത് വായിക്കാം. ഫ ഫ. അത് ഉച്ചാരണം അങ്ങനെയാണ്. അത് ഉച്ചാരണ മഹ്റജ്, അതിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണ്. ഫ ഫ ഫ. പറഞ്ഞു നോക്കുന്നത് ഫ ഫ. ഇനി അടുത്ത അക്ഷരമാണ് കോഫ്. കോഫ്. ഈ ഏറ്റവും ലാസ്റ്റത്തെ അക്ഷരമാണ് കോഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിന്റെ ഏറ്റവും മുകളിൽ എന്ന് പറഞ്ഞാൽ
ഏറ്റവും നമ്മുടെ നാവ് വരുന്നതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് വരുന്ന ഏറ്റവും മുകളിൽ നിന്ന് വരുന്ന അക്ഷരമാണ് കഫ്. ഒരൊറ്റ അക്ഷരം മാത്രമേ അവിടെ നിന്ന് വരുന്നത്. ലിസാൻ എന്ന് പറയും, നാവിൽ നിന്ന് വരുന്ന അക്ഷരം. പക്ഷേ നമുക്കത് തജ്വീദിന്റെ പാർട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാൻ, നിങ്ങൾക്ക് വായിച്ചു നോക്കി അത് പാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയുന്നതാണ്. കോഫ് 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 പറഞ്ഞു നോക്കാം. കോഫ് കോഫ് കോഫ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ അക്ഷരങ്ങൾക്ക് ഈ ഹർഫുകൾക്ക് നമുക്ക് എല്ലാത്തിനും ഹർക്കത്തിട്ട് കൊടുക്കുക. ഈ ഹർഫുകൾക്ക് ഹർക്കത്ത് നമ്മൾ പഠിച്ച ഹർക്കത്ത് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചോ, നമുക്കിവിടെ ഓൾറെഡി ബാദ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാദിന് ഫത്തഹ് ഇട്ട് കൊടുക്കാം. എല്ലാ അക്ഷരങ്ങളും എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ പഠിച്ചിട്ടുള്ള ഹർക്കത്തിലെ ആദ്യത്തെ അക്ഷരം നമുക്ക് വേണമെങ്കിൽ ഹർക്കത്ത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഹ, ത്വ, ല, അ, ഗ, ഫ, ഖ. ഇനി നമുക്ക് അടുത്ത അക്ഷരം എഴുതണം. അതേ സെയിം അക്ഷരങ്ങൾ തന്നെ എഴുതാം. നമുക്ക് എഴുതിയിട്ട് ശേഷം അതിനെ കെസ്റ്. അടുത്ത അക്ഷരമാണ് ഹർക്കത്താണ്. അടുത്ത ഹർക്കത്ത് നമുക്ക് കെസ്റ് ഇട്ട് എന്ത് ചെയ്യാം, പാരായണം ചെയ്യാം, വായിച്ചു നോക്കാം. അപ്പോൾ ബാദ് അത് എഴുതാം. ബാദ്, ത്വ, പിന്നെ ല, അ, ഗ, ഫ, ഖ. ഇനി നമുക്ക് ഹർക്കത്ത് കെസ്റ് ഇട്ട് കൊടുക്കാം. ബൈ, തൈ, ലൈ, ഇ, ഗി, ഫി, തൈ. ഇനി നമുക്ക് അടുത്ത അക്ഷരം എഴുതാം. സെയിം അക്ഷരം എഴുതിയിട്ട് ഹർക്കത്തിട്ട് കൊടുക്കാം. ലോദ്, ത്വ, ല, അ, ഗ. ഗൈനാണ് നമ്മൾ ഫത്തഹിട്ട് വായിക്കാനാണ്. നമ്മൾ ഫത്തഹിട്ട് തന്നെ വായിക്കാം. എന്നാൽ നമുക്ക് എന്താ ഹർക്കത്ത് മാറ്റി കൊടുക്കാം. നമുക്ക് ഇനി ഹർക്കത്തിന് കൊടുക്കാം. ഏതാണ് ഹർക്കത്ത് നമ്മൾ പഠിക്കേണ്ടത്? ബൊമ്മ. ബൊമ്മ. ഓ ബു, പോ, ബോ, ഉ, ഗു, ഫു, കു. ഓക്കെ, അപ്പൊ നമ്മൾ ഹർക്കത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ലാസ്റ്റ് ഒരു അക്ഷരം മാത്രം, ഹർക്കത്ത് മാത്രമുള്ള എഴുതാനുള്ളത്. നമുക്ക് ആ ഹർക്കത്തും കൂടി എന്ത് ചെയ്യാൻ, എഴുതാൻ വേണ്ടി അക്ഷരങ്ങൾ എന്ത് ചെയ്യാം, ഹർഫുകൾ എഴുതാം. ബോ, ത്വ, ല, അ, ഗ, ഫ, ഖ. അപ്പോൾ നമ്മൾ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഹർക്കത്തിട്ട് കൊടുക്കാം. ഏതാ നമ്മൾ ഹർക്കത്ത് സുക്കൂൻ ഇടണം. അപ്പോൾ ല, ല, പോ, ല, ല. ശ്രദ്ധിച്ചോ, ഇത് ല, ഇത് ല. നമ്മള് മഖറജ് പ്രൊനൗൺസിയേഷൻ തെറ്റാൻ പാടില്ല. ഓക്കെ, നമ്മൾ 4 ഹർക്കത്തുകൾ എന്ത് ചെയ്തിട്ടുണ്ട്. അക്ഷരങ്ങൾക്ക് 4 ഹർക്കത്തുകൾ. തൻവീനും കൂടി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിൽ നമുക്ക് വായിക്കാം. ജസ്റ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കിട്ടുന്നതാണ്. ഏതൊക്കെയാണ് ആ ഹർക്കത്തുകളൊന്നും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഏതൊക്കെയാണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഹർക്കത്തുകൾ? ബ, ത്വ, ല, അ, ഗ, ഫ, ഖ, ലൈ, ത്വയ്, ലൈ, ഇ, ഗി, ഫി, തൈ, ബു, തു, ലു, ഉ, ഗു, ഫു, ഖു, ല, ത, ല, അ, ഗ, ഫ്, ഖ്. ഇങ്ങനെ എല്ലാ ഹർക്കത്തും നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് തൻവീനും കൂടി എന്ത് ചെയ്യാം,
ഇട്ട് നോക്കാം. തൻവീൻ ഇടുമ്പോൾ എങ്ങനെയാണ്? 2 ഹർക്കത്തുകൾ വരും അല്ലേ? ഫത്താഹ് തൻവീൻ. ലൻ, പൊൻ, ലൻ. അണ്ടാ, ഇത് ബൊൻ, ഇത് ലൻ. വ്യത്യാസം മനസ്സിലാക്കുക, മഖ്റജ് ശ്രദ്ധിക്കുക. അൻ, ഗൻ, ഫൻ, ഖൻ. ഇനി കസ്റ തൻവീനാണ്. ളിൻ, ത്വിൻ, ലിൻ, ഇൻ, ഗിൻ, ഫിൻ, പിൻ. ഇനി തൻവീനിൽ ആകെ ഒരു ഹർക്കത്ത് മാത്രമേ ഉള്ളൂ. ളുൽമു തൻവീനാണ്. ഒരു ളുമ്മിന് കൊടുക്കുക. ളുൻ, പൊൻ, ളുൻ, ഇൻ, ഗൻ, ഫുൻ, കുൻ. സുക്കൂന് തൻവീനില്ലാന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും നിങ്ങൾ കൃത്യമായി ഉച്ചരിക്കുകയും ചെയ്യുക. ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിച്ചെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനുള്ള പാട്ടിലേക്ക് നിങ്ങൾ മാറാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. അതൊക്കെ മനസ്സിലാക്കിയല്ലോ എന്ന് വിചാരിച്ച് ലാഘവത്തോട് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് മടുപ്പ് കടന്നു വരും. അത് ഖുർആൻ വായിക്കുന്നതിലേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ഖുർആൻ വായിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായി അക്ഷരങ്ങൾ പഠിക്കണമെന്നൊരു ആഗ്രഹത്തോടെ നിലകൊള്ളുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല രീതിയിൽ ഖുർആൻ വായിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ച തമ്പുരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.